ക്രിസ്തുവിൽ ഇത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 55 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. തിരസ്കരണം, ഈ ഒരു അവസ്ഥ എങ്ങനെ പറഞ്ഞറിയിക്കുമെന്നും എങ്ങനെ മറ്റുള്ളവർ ഉൾക്കൊള്ളണമെന്നും ആർക്കും അറിയില്ല. സ്വദേശകരുടെ അവഗണനയോടെയാണ് യേശുവിൻ്റെ ഗലീലയിലെ ശുശ്രൂഷ ആരംഭിച്ചതെങ്കിൽ സമരിയാക്കാരുടെ തിരസ്കരണത്തോടെയാണ് ഈ യാത്രാവിവരണം ആരംഭിക്കുന്നത്. എന്നാൽ തന്നെ തിരസ്കരിച്ചവരെ ശിക്ഷിക്കാനുള്ള ശിഷ്യരുടെ നീക്കത്തോട് യേശു പൂർണ്ണമായി വിയോജിപ്പ് പ്രകടമാക്കുന്നു. രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ചിത്രീകരിച്ചിട്ടുള്ള ഏലിയ പ്രവാചകന്റെ മനോഭാവമല്ല യേശുവിൻ്റേത്. യേശുവിൻ്റെ കുരിശ് മരണത്തിൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗാരോഹണത്തിൻ്റെയും സൂചന കൂടിയാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ആരാണ് ഈ സമരിയാക്കാർ എന്ന് നാം തിരിച്ചറിയണം. ജോർദാൻ നദിക്ക് പടിഞ്ഞാറായി ഗലീലയ്ക്ക് മധ്യയുള്ള പ്രദേശമായിരുന്നു സമരിയ. വംശീയതയും മതപരവുമായ കാരണങ്ങളാൽ യഹൂദരും സമരിയാക്കാരും തമ്മിൽ കടുത്ത ശത്രുത നിലനിന്നിരുന്നു. ഒരൊറ്റ കാരണം കൊണ്ടാണ് യേശുവിനെ അവർ സ്വീകരിക്കാത്തത്. അവൻ ജെറുസലേമിലേക്ക് പോകുകയായിരുന്നു എന്നതാണ് ആ പ്രധാന കാരണം. ഒരുപക്ഷെ സമരിയാക്കാർ യേശുവിനെ സ്വീകരിച്ച് ആനയിക്കുമെന്നും വലിയൊരു വരവേൽപ്പ് നൽകുമെന്നും അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ ക്രിസ്തുവിന് ലഭിച്ചത് തിരസ്കരണമായിരുന്നു. തങ്ങളുടെ ഗുരുവും നാഥനുമായ ക്രിസ്തു അവഹേളിതനായി സമരിയാക്കാരുടെ പട്ടണത്തിൽ നിൽക്കുന്നത് കണ്ട് അസ്വസ്ഥരാകുന്ന യാക്കോബും യോഹന്നാനും ക്രിസ്തുവിനോട് ചോദിക്കുന്നത് പ്രതികാര ബുദ്ധിയോടുകൂടി സമരിയാക്കാരെ സമീപിക്കാനാണ്. കണ്ണിന് പകരം കണ്ണെന്നും പല്ലിന് പകരം പല്ല് എന്നുമാണ് യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് അറിയാവുന്നത്. അവരുടെ പ്രതികാര ബുദ്ധിക്ക് തടയിട്ടുകൊണ്ട് യേശു അവിടെ പകർന്നു നൽകുന്ന സുവിശേഷ പാഠം ശത്രുക്കളെ സ്നേഹിക്കുക, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്ന മഹത്തായ പാഠം. ചില കയ്യെഴുത്ത് പ്രതികളിൽ താഴെ പറയും ഇപ്രകാരമാണ് എഴുതിയിട്ടുള്ളത്: എന്നാൽ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ഏതു വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളതെന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്തെന്നാൽ മനുഷ്യരുടെ ജീവൻ നശിപ്പിക്കാനല്ല, അവരെ രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ നിസ്സാരൻ പോലും നശിച്ചു പോകരുത് എന്ന് ആഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ആ ദൈവം ആരുടെയും നാശം ആഗ്രഹിക്കുന്നില്ല. എല്ലാറ്റിനും മുകളിൽ ദൈവ പദ്ധതി ഉണ്ടെന്ന് നാം വിശ്വസിക്കുക. ഈ ലോകത്തെ പടുത്തുയർത്തിയ ക്രിസ്തുനാഥൻ തിരസ്കരണം ഏറ്റുവാങ്ങിയത് ഒന്നല്ല, ഒരിക്കലല്ല, പലതവണ. ജീവിതത്തിൽ പലപ്പോഴും നമുക്കും തിരസ്കരണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നേക്കാം. സ്നേഹിക്കുന്നവരുടെ മുമ്പിൽ, ബന്ധുജനങ്ങളുടെ മുൻപിൽ, അധികാരികളുടെ മുൻപിൽ തിരസ്കരണം ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പോൾ കൂടെയുള്ളവർ ശിഷ്യന്മാരുടെ ചോദ്യം ആവർത്തിക്കും, അവരെ നശിപ്പിക്കാമോ എന്ന്. ആ സാഹചര്യത്തിൽ എന്തായിരിക്കും നമ്മുടെ മറുപടി? ഏത് ആത്മാവായിരിക്കും നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുക? ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.